ഈ സേവാഭാരതി ആ സമയത്ത് തുടങ്ങിയതാണോ? സേവാഭാരതി എന്ന പിൽക്കാലത്ത് വന്നതാണ്. ഡോക്ടർജിയുടെ ജന്മശതാബ്ദി വർഷത്തോടെയാണ് ഒരു സംഘടനയായിട്ട് വരുന്നത്, ഒരു സംവിധാനമായിട്ട് വരുന്നത്. അതിനു മുമ്പ് ആരംഭകാലം മുതൽ സ്വയം സേവകരുടെ സ്വാഭാവികമായ ഒരു രീതിയാണ് സേവനം ആവശ്യമുള്ള, പൊതുക്കാര്യത്തിൽ സേവനം ആവശ്യമുള്ളിടത്തേക്ക് എത്തിപ്പെടുക. ഈ ABVP തുടങ്ങിയിട്ടും നമ്മൾ പക്ഷേ ഈ ജനസംഖ്യന് നമ്മൾ അത്രയും വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല. ABVP ഒക്കെ നമ്മൾ വളരെ സജീവമായി തന്നെ കൊണ്ടിരുന്നുണ്ട്. അല്ല, അത് ജനസംഘം അത് പറയാൻ പറ്റില്ല. കാരണം 1952 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ ജനസംഘം മത്സരിച്ചു. അപ്പോൾ കാരണം പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അപ്പോൾ കോൺഗ്രസ് ആണല്ലോ പ്രധാന കക്ഷി. അപ്പോൾ കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായ വീക്ഷണമുള്ള ആളുകൾ എന്ന നിലയ്ക്ക്, മാത്രമല്ല നെഹ്റുവിനോട് അഭിപ്രായ ഭിന്നതയോടുകൂടിയാണല്ലോ, അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അപ്പോൾ അദ്ദേഹം ഗുരുജിയെ സമീപിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാനുള്ള സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ ഗുരുജിക്ക് അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത കണ്ടിട്ട് അദ്ദേഹം ആയിക്കോളൂ, ഞാൻ വേണ്ട പ്രവർത്തകരെ തരാം. അങ്ങനെയാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഉൾപ്പെടെ കുറേ പ്രചാരകന്മാരെ അവിടേക്ക് കൊടുത്തു. അപ്പോൾ ആ തലമുറയാണ് ഈ സംഘടനയെ വിപുലപ്പെടുത്തി. ഏതാണ്ട് 1977 വരെ ജനസംഘമായിട്ട് വളർന്നു. പരമേശ്വർജി ഭാരതീയ ജനസംഘത്തിൻ്റെ കേരള സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ഈ ജനസംഘ രാഷ്ട്രീയ പാർട്ടി ഒരുപാട് വളർന്നോ? വന്നെന്ന് വെച്ചാൽ അന്ന് ശക്തമായ സാന്നിധ്യമുണ്ട് അവർക്ക്. അവരാണല്ലോ ഈ മലപ്പുറം ജില്ലാ വിരുദ്ധ പ്രക്ഷോഭമൊക്കെ അക്കാലത്ത് നടത്തിയത്. ജനസംഘത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ നടത്തിയത്. ഓൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കോഴിക്കോട്, അന്ന് മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന കളക്ട്രേറ്റ് കോഴിക്കോടായിരുന്നല്ലോ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘം ഇല്ലാതെ വന്നു. അടിയന്തരാവസ്ഥയ്ക്ക്, അതായത് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിന് ശേഷം പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ ഒന്നിച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ ജനസംഘം അതിൽ പ്രധാന ഒരു ഭാഗമായിരുന്നു.